കേരളീയരുടെ പ്രിയപ്പെട്ട മുരിങ്ങയെ പുറത്താക്കി ബ്രസീലും ന്യൂസിലൻഡും. മുരിങ്ങയോ മുരിങ്ങയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളോ വിൽക്കുന്നതും ഇറക്കുമതി ചെയ്യുന്നതും ഇരു രാജ്യങ്ങളും നിരോധിച്ചു. മലയാളിയുടെ സൂപ്പർ ഫുഡിനെ നിരോധിച്ചതിന് പിന്നിലെ കാരണം ഒന്നറിഞ്ഞാലോ? അശ്വതി സതീഷ് പറഞ്ഞുതരും. മലയാളികളുടെ അടുക്കളയിലെ പ്രമുഖൻ, പോഷകങ്ങളുടെ കലവറ. മുരിങ്ങയ്ക്ക് അങ്ങനെ വിശേഷണങ്ങൾ ഏറെയാണ്. അങ്ങനെ ഔഷധമായി വരെ ഉപയോഗിക്കുന്ന മുരിങ്ങയ്ക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ഓസ്ട്രേലിയയും ന്യൂസിലൻഡും. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും സുരക്ഷയും പരിശോധിക്കുന്ന ഭക്ഷണ നിയന്ത്രണ ഏജൻസിയായ ഫുഡ് സ്റ്റാൻഡേർഡ്സ് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഭക്ഷ്യോൽപ്പന്നമെന്ന നിലയിൽ മുരിങ്ങയുടെ സുരക്ഷ സ്ഥിരീകരിക്കാനായില്ല. ലഭ്യമായ ശാസ്ത്രീയ തെളിവുകൾ മനുഷ്യ ഉപഭോഗത്തിന് പൂർണ്ണമായും സുരക്ഷിതമാണെന്നുറപ്പിക്കാൻ പര്യാപ്തമല്ലെന്നും അതോറിറ്റി കണ്ടെത്തി. ഒപ്പം തന്നെ ദീർഘകാല ഉപയോഗം മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും പരിമിതമാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ മുരിങ്ങയെ ഭക്ഷ്യയോഗ്യമല്ലാത്തവയുടെ പട്ടികയായ നോവൽ ഫുഡ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചില്ലറ വ്യാപാരികൾക്ക് മുരിങ്ങ ഇലയോ കായകളോ വിത്തിൽ നിന്നുള്ള എണ്ണയോ ഭക്ഷ്യഘടകമായി വിൽക്കാൻ സാധിക്കില്ല. വിപണിയിൽ ലഭിക്കുന്ന മുരിങ്ങപ്പൊടി, ഗുളികകൾ, ചായ എന്നിവയ്ക്കും നിരോധനം ബാധകമാണ്. നേരത്തെ ബ്രസീലും മുരിങ്ങയെ നിരോധിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.